നമസ്കാരം. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസൊക്കെ വളരെ എളുപ്പത്തിൽ കിട്ടുന്നതായിരിക്കും. ഇന്ന് നമ്മൾ തനി നാടനായിട്ടുള്ള ഉണക്കച്ചെമ്മീനും മുരിങ്ങക്കയും അതുപോലെ വെള്ളരിയും ചേർത്തുണ്ടാക്കുന്ന ഒരു നല്ല കറിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ പാത്രത്തിലും ചെയ്യാം. അപ്പോൾ അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചു തരാം. ആദ്യമേ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുരിങ്ങക്കയാണ്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ളതാണ്. നന്നായി കഴുകി നെടുകെ കീറിയിട്ടൊന്നുമില്ല. ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യമായിട്ടുള്ളത് ഉണക്കച്ചെമ്മീൻ. ഇത് ചീനച്ചട്ടിയിലിട്ട് നന്നായി ചൂടാക്കിയതിന് ശേഷം ഈ ചെമ്മീൻ്റെ തലഭാഗം ഒന്ന് പൊട്ടിച്ച് കളഞ്ഞിട്ട് അതിന് ശേഷം ഇത് നന്നായി കഴുകി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞൊന്നുള്ളൂ അറിയാത്തവർക്ക് വേണ്ടി. അതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ളത് 2 പച്ചമുളക് നെടുകെ കീറിയിട്ടുള്ളത്. പിന്നെ വെള്ളരിക്ക. ഈ വെള്ളരി ഞാൻ കുക്കറിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വളരെ കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്ത് ഒരു വിസിലിന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. വിസിൽ അപ്പം തന്നെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് കറി ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. പിന്നെ പുളി നന്നായിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. അതും വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ എടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതേ അളവിൽ തന്നെയാണ് നമ്മൾ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ എടുത്ത് മല്ലിപ്പൊടി. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി ചതച്ച് വെച്ചിട്ടുള്ളത് വളരെ കുറച്ച് മാത്രം. ആവശ്യത്തിനുള്ള ഉപ്പ്, വെള്ളം, ഇതൊന്ന് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, ഇത്രയും ചേർത്ത് ഇത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ഈ മുരിങ്ങക്ക പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ വെള്ളരി ഓൾറെഡി കുക്കായിട്ടുള്ളതല്ലേ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് വെള്ളരി കുക്കറിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതല്ലാതെയാണെങ്കിൽ നിങ്ങൾ വെള്ളരിയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് മുരിങ്ങക്കേനെ ഒഴിവാക്കി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. വെള്ളരി ഒരു 1/4 ഭാഗം പാകമാകുമ്പോൾ ചെയ്താൽ മതി. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്കൊന്ന് തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ അരമുറി തേങ്ങയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്തോട്ടേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ എടുത്ത് ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ആഡ് ചെയ്യുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. വളരെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. 1/4 ടീസ്പൂൺ. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് വെള്ളം ചേർക്കാൻ നമുക്ക് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇപ്പം നമ്മളെ കറി തിളച്ച് വരുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കറി നല്ല തിള വന്നിട്ടുണ്ട്. ഈ നല്ല തിളച്ച് വന്ന ആ സമയത്താണ് നമ്മൾ ഈ തേങ്ങ അരച്ച് വെച്ചത് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ വെള്ളരിയും മുരിങ്ങയ്ക്കൊക്കെ പെട്ടെന്ന് വെള്ളരി അങ്ങനെ കുക്ക് ചെയ്തതുകൊണ്ട് മുരിങ്ങയൊക്കെ പെട്ടെന്ന് ആവുകയും ചെയ്യുമല്ലോ. അപ്പോൾ എളുപ്പത്തിലായില്ലേ. അപ്പോൾ ഈ ടിപ്പൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ തേങ്ങ നമുക്ക് അരച്ച് വെച്ചത് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് യോജിപ്പിക്കാം. എല്ലാം വെന്തിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ആയതുകൊണ്ട് ഈ തേങ്ങ ഒന്ന് ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു തിള വന്നാൽ മതി. അപ്പോഴത്തേക്കും ഇത് റെഡിയായി. ഉപ്പൊന്ന് നോക്കാം. നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് പാകമായി കിട്ടിക്കോളും. അപ്പോൾ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഞാനിത് മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റിൻ്റെ അടുത്ത് മാത്രമേ വേവിക്കുന്നുള്ളൂ. കാരണം ഒന്ന് തിള മാത്രം വന്ന് കിട്ടിയാൽ മതി. 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ളതാണ്. നല്ല തിള വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല രുചിയാണ്. പിന്നെ വളരെ എളുപ്പമല്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലല്ലോ, ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതിനകത്തോട്ടേക്ക് നമുക്കൊന്ന് താളിച്ച് ചേർക്കും കൂടി വേണം. അപ്പോൾ ഞാൻ കടുകും കറിവേപ്പിലയും മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ നാടൻ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് കറി നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെയുള്ള ഡിഷസൊക്കെ വളരെ ഈസി ആയിട്ടുള്ളതൊക്കെ ചെയ്യാം അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.